എന്നാൽ ഇതെല്ലാം കളഞ്ഞിട്ടങ്ങ് ആയുർവേദത്തിലോട്ട് പോകാമെന്ന് ചോദിച്ചാൽ അവിടെ ഇതിലേയും കാട്ടിയും വലിയ തട്ടിപ്പ്. കുറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിലാണ് ഇന്ന് ആയുർവേദം കൊടുത്തിരിക്കുന്നത്. 4 5 കൊല്ലം കൊണ്ടുവന്ന് എവിടെ കൊല്ലം കൊണ്ടുവന്നിട്ട് MBBS എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ കിട്ടാതെ വന്നാൽ കുഴൽ മേടിക്കാൻ ആയുർവേദത്തിൽ പോന്നു. കഴിഞ്ഞ ഒരു ജനുവരി മാസം 16-ാം തീയതി ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആയുർവേദ ഡോക്ടർമാരെല്ലാം കൂടെ, ഞങ്ങൾ 20 ലക്ഷം രൂപയ്ക്കാണ് പഠിച്ചത്, നിങ്ങൾ എത്ര ലക്ഷം രൂപയ്ക്ക് പഠിച്ചു? ഇതാണ് മാനദണ്ഡം. ഒരു കഷായം ഉണ്ടാക്കാനോ ഒരു എണ്ണ ഉണ്ടാക്കാനോ ഒരു പാകമറിയാത്ത ഒരു ഡോക്ടർ അവൻ അലോപ്പതിക്കാരനെയും കണ്ട് കഷ്ടമായിട്ട് ഈ കമ്പനിക്കാരൻ്റെ ശ്വാസം മുട്ടലുള്ള മരുന്ന് എന്നാ പിടിച്ചോ, ഇത് ശ്വാസം മുട്ടല കമ്പനിക്കാരൻ പറഞ്ഞു. അലോപ്പതിക്കാരനും അത് തന്നെ ചെയ്യുന്നേ. സ്വന്തമായിട്ടൊരു മരുന്ന് പോലും ഉണ്ടാക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ കൊണ്ട് ആയുർവേദം കൊടുത്തിട്ട് നമ്മളെ എല്ലാം ഇട്ടിട്ട് കാശ് മേടിച്ച് പിഴിയുന്നു. ഒരു കമ്പനിയുടെ നെറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് 62 രൂപ 48 പൈസ ദശമൂലാരിഷ്ടത്തിൻ്റെ വില. അതിനകത്ത് 40% കമ്മീഷൻ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് മാത്രം. ഇടയ്ക്ക് നിൽക്കുന്ന ഏജൻറ്റിന് വേറെ ഒരു മിനിമം 10% അവന് കൂട്ടിക്കോ. 10 കുപ്പി എടുത്താൽ 1 കുപ്പി ഓഫർ, 4% വാറ്റ്, 1% സർചാർജ്, 5% ഡോക്ടേഴ്സ് കോംപ്ലിമെൻറ്റ്, 70%ഓളം കച്ചവടം മാത്രം മാർക്കറ്റിൽ ഇട്ടുകൊണ്ട് ബാക്കി 30% മാത്രം നമുക്ക് അത് മാനുഫാക്ചറിങ് കോസ്റ്റ്, സ്റ്റിക്കർ, കുപ്പി, പിന്നെ പാക്കിങ് എല്ലാം കൂടെ കഴിഞ്ഞ് അവരുടെ ലാഭം ഉൾപ്പെടെ ഒരു 20% കമ്പനിക്കാരനും കൊടുക്കുക. ബാക്കി അതിനകത്ത് മസാല എന്ത് 6 രൂപ 28 പൈസയ്ക്ക് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോണേ? എന്ത് ചാരായമാണ് കലക്കിക്കൊണ്ട് തരുന്നത്? ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾ പ്രസവിച്ചതിന് ശേഷം കൊടുത്താലോ അമ്മമാർക്ക് കൊടുത്താലോ തലയ്ക്ക് ഫിറ്റായി കിടന്ന് ഉറങ്ങും. ആ സൈസിലുള്ള ആയുർവേദവും. എന്നിട്ട് അതിനകത്ത് പ്രിസർവേറ്റീവ് പോട്ടെ, നല്ലതാണെന്ന് വെച്ചു. ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കുള്ള ഫേസ്ബുക്കിനകത്ത് ഞാനിതൊക്കെ ഇട്ടപ്പോൾ ജീവൻ TVക്കകത്ത് ഇട്ടപ്പോൾ ഒരുപാട് ഡോക്ടർമാരങ്ങ് ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് ശക്തമായി എതിർക്കണം, ഈ വൈദ്യരെ അങ്ങനെ വിടാൻ പാടില്ല, ഇയാൾക്ക് ലൈസൻസ് ഉണ്ടോ, പെർമിഷൻ ഉണ്ടോ, ഇയാൾ എവിടുന്നാണ് വൈദ്യനായത്, ഇയാൾ പാരമ്പര്യക്കാരനാണോ, മറ്റവനാണോ, ഇങ്ങനെ കുറേ മുട്ടാത്ത് നോക്കി. ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ വൈദ്യരാണെന്നോ വൈദ്യം പഠിച്ചിട്ടുണ്ടെന്നോ വൈദ്യരാണെന്നോ. എടോ ഞാൻ നല്ല രീതിയിൽ നല്ല ആഹാരം കഴിച്ച് ജീവിക്കാൻ പറയുന്നത് വൈദ്യ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നല്ല ആഹാരം, നല്ല അരി, നല്ല പച്ചക്കറി മേടിച്ച് തിന്നാൻ പറയുന്നു. അതെൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ കൊടുക്കുന്നത്. അതാണ് എൻ്റെ മെയിൻ മരുന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്. എൻ്റെ വീട്ടിൽ വരുന്ന സകലമാന പേർക്കും അറിയാം ഇതാണ് ചികിത്സയെന്ന്. പക്ഷേ അതിനൊന്നും പറയാതെ ഇയാൾക്ക് വൈദ്യം അറിയാമോ, ഇയാൾ എവിടുന്നാണ് പഠിച്ചത്, ഇയാളുടെ അച്ഛൻ വൈദ്യനായിരുന്നു, അപ്പൂപ്പൻ വൈദ്യനായിരുന്നു, ഇങ്ങനെയൊക്കെ പുറകെ നടക്കാതെ നീ എന്താ ചെയ്യുന്നതെന്ന് ആദ്യം പഠിക്കാൻ പറ. ആരുടെ ഏജൻ്റാണ് നീയൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയണത്? ഈ കമ്പനിക്കാരൻ കൊണ്ടുവരുന്ന കഷായങ്ങളും ആ കഷായങ്ങളും അരിഷ്ടങ്ങളും ആസവങ്ങളും ലേഹ്യങ്ങളും ഇത് ഏതെങ്കിലും ഒരെണ്ണം പ്രിസർവേറ്റീവ് ഇല്ലാത്തതുണ്ടോ? പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒരു മരുന്നിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിനകത്തോ കയറി പെറ്റു പെരുകുന്നതിനാണ് വളിക്കുക എന്ന് പറയുന്നത്. അതിനകത്തൊരു ബാക്ടീരിയോ വൈറസോ കയറിയാൽ അതിനെ കൊല്ലുന്ന സാധനം അതിനകത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനകത്ത് കീടനാശിനി അടിച്ചു വെച്ചിരിക്കുന്നു എന്ന് എഴുതണം. അപ്പോൾ പബ്ലിക്കിന് ബോധ്യമാവും. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയല്ല. ആ വെളിച്ചെണ്ണ കൊണ്ട് കൊട്ടൻ കേരളത്തിൽ നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് ഇവിടെ കൊട്ടൻ ചുക്കാതി ഉണ്ടാക്കി വിൽക്കുന്നു. സർക്കാർ നിരോധിച്ചിരിക്കുന്നതാണ് കൊട്ടൻ കേരളത്തിൽ. അത് ബ്രൗൺ ഷുഗറിനും മയക്കുമരുന്നിന് പോകുന്നു. എന്നിട്ട് എല്ലാം സർക്കാരിൻ്റെ ഔഷധിക്ക് വരെ കേരള ഫാർമസിക്ക് വരെ കൊട്ടൻ ചുക്കാതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എണ്ണ മാർക്കറ്റിൽ വെളിച്ചെണ്ണ ഏറ്റവും വില കുറഞ്ഞ വെളിച്ചെണ്ണയാണ് എല്ലാവരും മേടിക്കുന്നത്. അത് പാരഫിനാണ്, ലിക്വിഡ് പാരഫിൻ, മിനറൽ ഓയിൽ. അതുകൊണ്ട് ധനുന്തരം കുഴമ്പും കൊട്ടൻ ചുക്കാതി ഉണ്ടാക്കുന്നു. ഓരോരുത്തർ എനിക്ക് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറയരുത്, നിങ്ങൾ സ്റ്റാൻഡേർഡുള്ള കമ്പനിയാണ് ഞങ്ങളുടേത്. അത് ഏത് കമ്പനിക്കാരനും ആയിക്കോട്ടെ, അവരോട് ചോദിക്കുക, ഈ കീടനാശിനി അടിച്ച് വെച്ചിട്ട് ഇതിന് കഷായത്തിൻ്റെ പേരെങ്ങനെ പറയാൻ പറ്റും? അതിനകത്ത് ഒഴിച്ചു വരിക്കുന്ന കീടനാശിനി = ആൻറ്റിബയോട്ടിക്കാണ്. ആ ആൻറ്റിബയോട്ടിക് നമ്മുടെ ആമാശയത്തിലേക്ക് അന്നനാളത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹനപ്രക്രിയ സഹായിക്കുന്ന ഓരോ ബാക്ടീരിയയും വൈറസിനെയും ഫംഗസിനെയും അവൻ ആദ്യം അതിനെയാണ് കൊല്ലുന്നേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വേണ്ടുന്ന ദഹനപ്രക്രിയ സഹായിക്കുന്ന അണുക്കളെ കൊല്ലുന്നതിന് ആരും ഏത് വലിയ കമ്പനിക്കാരനോ ആരും ഏത് ഇതായിക്കോട്ടെ ശക്തമായി നമുക്ക് എതിർക്കാം. അതിനകത്ത് പ്രിസർവേറ്റീവ് ഒഴിക്കാൻ പാടില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് ആ ലേഹ്യമൊക്കെ 1 കൊല്ലവും 2 കൊല്ലവും 10 കൊല്ലവും കഴിഞ്ഞിട്ടും ഒരു കേടുമില്ലാതെ എന്തുകൊണ്ട് അതേപോലെ ഇരിക്കണു? അരിഷ്ടങ്ങൾ എന്തുകൊണ്ട് 3 മാസം കഴിഞ്ഞാൽ പിന്നിരിക്കുന്നു? ഓരോരുത്തരും ആസവങ്ങൾ ഇതിനെല്ലാത്തിനകത്തും പ്രിസർവേറ്റീവ് ഒഴിച്ചാൽ വെച്ചിരിക്കുന്നേ. പിന്നെ ഒരു വില്വാദി ഗുളിക ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവന് ആ ഒരു വില്വാദി ഗുളിക ഉണ്ടാക്കാൻ 960 ഗ്രാം പൊടിമരുന്നിനകത്ത് 14 ലിറ്റർ 480 മില്ലി ആട്ടുമൂത്രം അരച്ച് ചേർക്കണമെങ്കിൽ ആദ്യം ഒരു കമ്പനിക്കാരൻ ആടിനെ വളർത്താൻ പഠിപ്പിക്കുക. ആടിനെ വളർത്തിൻ്റെ മൂത്രം എടുക്കാൻ പഠിപ്പിക്കുക. ആദ്യം അതിന് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഒരുത്തിന് വില്വാദി ഗുളിക ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മിഷനെ വെച്ചിട്ട് പാറയിട്ട് ഉരച്ചാൽ പറ്റൂല. അതിൻ്റെ അമ്മിക്കല്ലിൽ കുഴവി കൊണ്ട് അത് അരച്ച് ഉരുട്ടി അതിനകത്ത് ഈ 14 ലിറ്റർ 480 മില്ലി ആട്ടുമൂത്രം ചേർത്താലാണ് ഒരു വില്വാദി ഗുളിക ഉണ്ടാക്കണേ. അതിനെ മിഷനും വെച്ചിട്ട് അതുപോലെ തന്നെ കഷായത്തിൻ്റെ ഇപ്പം ഗുളിക വന്നിരിക്കുന്നു. ഏത് യോഗത്തിൽ എവിടെ ആരെഴുതി വെച്ചിരിക്കുന്നു കഷായത്തിന് ഗുളിക ഉണ്ടാക്കാൻ?
ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഇതൊക്കെ വേറെ ചില പാർട്ടികൾ അവനവൻ്റെ പേറ്റൻ്റ് ഉണ്ടാക്കി പോയിരിക്കണു. ഏതൊക്കെയോ കമ്പനിക്കാരൻ അവനവൻ്റെ എല്ലാം പേറ്റൻറ്റും രഹസ്യവും വികസ്യവും ഇവരൊക്കെ കൂടി വന്നിട്ട് ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ കുറേ കാശ് കൊടുത്തിട്ട് അവൻ്റെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കുന്നു. ഇത് ആയുർവേദത്തിൻ്റെ രഹസ്യം. അതിനകത്ത് കഷായം ഇന്ന് മാർക്കറ്റിൽ പച്ചമരുന്നില്ല. മിക്കവാറുള്ള ഗുളികകളെല്ലാം വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, ആന്ധ്രയിൽ നിന്ന് നമ്മുടെ മരുന്നുകൾ. ആർക്കും ഇതൊന്നോ എവിടുന്ന് വരുന്നെന്നോ എന്തെന്ന് ചെയ്യുന്നെന്നോ ആരുണ്ടാക്കുന്നെന്നോ ഒന്നും കൂടെ അറിയണ്ട. എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആരെങ്കിലും പേരിൽ കൊണ്ടുവന്നിട്ട് കുറേ കാശും കൊടുത്താൽ പെർമിഷൻ കിട്ടുന്ന കേരളത്തും അല്ലല്ലോ ഇന്ത്യയിൽ. അറിയാവുന്ന വൈദ്യന്മാർ വീട്ടിൽ നിന്ന് നീച്ചടിക്കുന്നു. അവനെ തിരക്ക് ഒരുത്തും ചെല്ലുന്നില്ല. അവനടുത്ത് ആരെങ്കിലും പോയാൽ പറയും ഞങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിൽ വരുന്ന രോഗികൾ 90% ആൾക്കാർ അവരുടെ നാട്ടിൽ പറയുന്നതല്ല. അവർ പറയുന്നത് ഞങ്ങൾ അമലയിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ലക്ഷോറിലാണ്, അല്ലെങ്കിൽ അമൃതയിലാണെന്നാണ് പറയുന്നത്. കാരണം വൈദ്യൻ്റെ അവിടെ ചികിത്സിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേട് മാത്രമല്ല, നാട്ടുകാർ കളിയാക്കും. ആ തരത്തിൽ നികൃഷ്ടമായ ഒരു വിവരവുമില്ലാത്ത മാരാക്കി മാറ്റിയെടുത്തു പാരമ്പര്യ വൈദ്യന്മാരെ. എന്നിട്ട് പിന്നെ കച്ചവടക്കാരനെ മാത്രം കൊണ്ടുവന്നിട്ട് ലൈസൻസും കൊടുത്തിട്ട് എല്ലാത്തിൻ്റെയും മേളിൽ കൊണ്ടിരുത്തി. ആരുടെ കുറ്റം? ഈ ആയുർവേദം വേണോ നമുക്ക്? വേണ്ട.